എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കാറ്ററിംഗ് റെസിപ്പിയാണ്. ഇന്ന് എനിക്കൊരു 4 കിലോ അളവിലുള്ള ബീഫ് വിന്താലുവിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ അളവിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു. നമ്മുടെ വിന്താലു വിദേശത്തേക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. വിദേശത്തൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുത്തു വിടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നമുക്ക് ഈ പാചകം ചെയ്തെടുക്കാനായിട്ടും. നമ്മുടെ വീടുകളിലാണ് നമ്മൾ ഈ പാചകം ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഈ ഒരു പാചകം പൂർത്തിയാക്കാൻ സാധിക്കും. പക്ഷേങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം നമുക്ക് ഈ പാചകം ചെയ്ത് കൊടുക്കാനായിട്ട്. കൊച്ചിക്കാരുടെ സ്പെഷ്യൽ കറിയായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഇത്രയും അളവിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ വിന്താലുവിൻ്റെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് മസാലകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളതാണ് ഒരു 3 സ്പൂൺ അളവിലെ കടുക്. നമ്മളിന്ന് എടുത്തിട്ടുള്ളത് കൂടുതൽ അളവാണ്. 3 സ്പൂൺ അളവിലെ കുരുമുളക്, പിന്നെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടതാണ് മുരിങ്ങാത്തൊലി പോലുള്ള 3 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് മുരിങ്ങയുടെ തടിയിൽ നിന്നും നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് വേരെല്ലാം നീക്കി അതിൻ്റെ സ്കിന്നും ഒന്ന് നീക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഒരു 6 പീസ് കറുവപ്പട്ട. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഒരു 4 കിലോ ബീഫാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 10-12 ഏലക്കായ, 2 ടീസ്പൂൺ അളവില് നല്ല ജീരകം, പിന്നെ ഇതുപോലുള്ള 2 ചെറിയ തക്കോലം, ഒരു 10 ഗ്രാമ്പു, 3 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകം, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 20 വറ്റൽമുളക്. എരിവെള്ള മുളകാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതും. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളുടെ കൂടെ അരച്ചെടുക്കേണ്ടതാണ്. ഒരു 6 പച്ചമുളക്, 20 കൊച്ചുള്ളി എടുത്തു കഴിഞ്ഞാൽ കൂടെ തന്നെ ഇതുപോലെ 4 ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ വേണം. ഇതും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 2 പിടിയോളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 1 കിലോ എടുക്കുവാണെങ്കിൽ നമ്മൾ ഈ എടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കുറേശ്ശെ എടുത്താൽ മതിയാകും. ഇനി നമുക്കിതെല്ലാ ചേരുവകളും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആദ്യമേ നമുക്ക് ഈ മസാലകളൊന്ന് പൊടിച്ചതിന് ശേഷമാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മസാലകളൊന്ന് പൊടിച്ചിട്ട് അരച്ചെടുക്കാം. കുറച്ച് അധികം ദിവസം തന്നെ സൂക്ഷിക്കാനുള്ളത് കൊണ്ടാണ് നമ്മളിതിലേക്ക് കൊച്ചുള്ളി എടുത്തിട്ടുള്ളത്. നിങ്ങൾ വീടുകളിൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കിതിലേക്ക് 1 കിലോത്തിന് 2 സവാള എന്ന കണക്കിലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മസാലകളൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. മസാലകളുടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും അരച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള കൊച്ചുള്ളിയെല്ലാം ചേർക്കാം. അങ്ങനെ നമ്മുടെ മസാലകൾ നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മസാലകൾ അരച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ നമുക്ക് ബീഫ് ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ബീഫ് വിന്താലു തയ്യാറാക്കി എടുക്കാനുള്ള ബീഫ് ഞാനിവിടെ കഴുകി വെച്ചിരിക്കുവാണ്. ഇത്രയും വലിയ പീസുകളായിട്ടാണ് നമുക്ക് ബീഫ് കട്ട് ചെയ്തെടുക്കേണ്ടതും. ഇനിയിപ്പോൾ ഇത് വിനാഗിരിയിലൊക്കെ വെന്ത് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കഷ്ണങ്ങൾ സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിന്താലു ഇറച്ചി തയ്യാറാക്കി എടുക്കുമ്പോൾ വലിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നതും. ബീഫിൽ നിന്നുള്ള വെള്ളമെല്ലാം മുഴുവനും നമുക്കൊന്ന് പിഴിഞ്ഞു മാറ്റണം. അതിനുശേഷമാണ് കറി തയ്യാറാക്കാൻ തുടങ്ങേണ്ടത്. ഇനി നമുക്ക് വിന്താലു കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു വലിയ ഉരുളിയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഉരുളി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. കറിവേപ്പില ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒരു 5 ടേബിൾ സ്പൂൺ അളവിലെ കാശ്മീരി മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. മുളക് പൊടി ഇപ്പോൾ നല്ല പോലെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മസാലകളാണ് ചേർക്കേണ്ടത്. മസാലകൾ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ മസാലകൾ ഒരു തരി പോലും അടിയിലൊന്നും പിടിക്കാതെ നല്ലവണ്ണം ഒന്ന് മൊരിയിച്ചെടുക്കണം. മൊരിയിച്ചതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ മുരിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. നമുക്ക് ഈ ഒരു മസാലകളൊന്ന് മൊരിയിച്ചെടുക്കാനായിട്ട് ഒരു 300 ഗ്രാം അളവിൽ തന്നെ വെളിച്ചെണ്ണ ആവശ്യമായി വരും. മസാലയിലെ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് മിക്സിയുടെ ജാറ് കഴുകിയിട്ട്
1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളമെല്ലാം വറ്റി ഒന്നുകൂടെ മുരിഞ്ഞ് വരുന്നത് വരെയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ ഒന്ന് മുരിഞ്ഞ് വരട്ടെ, അതുവരെയും നമുക്ക് നല്ല പോലെ അടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല ഇപ്പോൾ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. മസാല മുരിഞ്ഞു തുടങ്ങിയാൽ ഈ ചട്ടിയുടെ അരികു ഭാഗത്ത് നിന്നെല്ലാം ഉരുണ്ട് നടുഭാഗത്തേക്കായി വരും. ഉരിഞ്ഞു വരുന്നത് വരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ മസാലകൾ മുരിയാതെ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ മസാലകളുടെ ആ ഒരു പച്ചക്കുത്തൽ നമ്മൾ തയ്യാറാക്കുന്ന വിന്താലൂനും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് എല്ലാവരും മസാലകൾ നല്ലവണ്ണം തന്നെ വഴറ്റിയിട്ട് വേണം ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ മസാലകൾ നല്ലപോലെ മുരിഞ്ഞ് ഇതുപോലെ ഉരുണ്ട് നടുഭാഗത്തേക്ക് വന്നിട്ടുള്ളൊരു പാകമാണ്. ഈ ഒരു പാകമാകുമ്പോഴാണ് നമ്മുടെ മസാലകൾ നല്ലവണ്ണം മുരിഞ്ഞു എന്നറിയുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ബീഫും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. മസാലയും ബീഫും നല്ലപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയെല്ലാം ബീഫിലേക്ക് പിടിച്ച് കിട്ടണം, അതുവരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. നമ്മുടെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടുതൽ അളവിൽ തന്നെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അടിയിൽ പിടിക്കാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു കറി പാകപ്പെടുത്തി എടുക്കാനായിട്ട്. കഷ്ണങ്ങളിലേക്ക് മസാല നല്ലതുപോലെ ഇളക്കി പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്. 1 കിലോ ബീഫിന് 100 മില്ലി വിനാഗിരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ബീഫും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് വിനാഗിരി ചേർക്കാം. ഞാനിവിടെ 250 മില്ലി വിനാഗിരി ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. ഓരോ വിനാഗിരിക്കും ഓരോ പുളിപ്പായിരിക്കും. ചില വിനാഗിരിക്ക് കൂടുതൽ പുളിപ്പുണ്ടാകും, ചിലതിന് കുറവായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടതും. വിനാഗിരി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം. കഷ്ണങ്ങളൊക്കെ ഒന്ന് നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷമായിരിക്കണം ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടതും. കഷ്ണങ്ങളൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ബീഫ് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. ഒറ്റടിക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് കുക്കറിൽ വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ നമ്മളൊരു ഓർഡറൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുക്കറിൽ വെച്ച് നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വെന്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ സാധിക്കുമ്പോഴല്ല ഈ ഒരു പാകത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് കുക്കറിൽ വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മളൊരു ഓർഡറൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബീഫിന്റെ വേവ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടണമെന്നില്ല. ഇനി നമുക്ക് ഉടൻ തന്നെ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. വെള്ളം പോരായ്മ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വെള്ളം പോരായ്മ വരുവാണെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ബീഫ് മൂടി വെച്ച് കൊടുക്കാം. ബീഫ് മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മൂടിയുടെ മേലെയായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ താഴെ വേകുന്ന കഷ്ണങ്ങളിലേക്ക് ഈ ഒരു മുകളിൽ നിന്നുള്ള ആവി വെള്ളം താഴേക്ക് ഇറങ്ങി കഷ്ണങ്ങൾ അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം മൂടിയുടെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം സിമ്മിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ഇനി ചെറിയ തീയിലിരുന്ന് കഷ്ണങ്ങൾ വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഈ മൂടിയുടെ മുകളിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനും തന്നെ പാത്രത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഈ ഒരു രീതിയിലാണ് ആയി വന്നിട്ടുള്ളത്. വെള്ളമെല്ലാം നന്നായിട്ടുണ്ട്. കഷ്ണങ്ങൾ ഇപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. നമുക്ക് കുറച്ചധികം തന്നെ സമയം, ഒരു 2 മണിക്കൂർ സമയം ഈ ഒരു കറി റെഡിയാകാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചേർത്ത് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി അടച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ കറിയിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. വലിയ ഗ്രേവിയാണ് ഈ ഒരു സമയത്തുള്ളത്. ഇതെല്ലാം വറ്റി ബീഫ് കഷ്ണങ്ങളിലേക്ക് പിടിച്ച്
മസാല പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകമാണ് നമ്മുടെ കറിക്കുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് തന്നെ കൊടുക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ വിന്താലു വേവിക്കാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ അടുത്തായിട്ടുണ്ട്. ഈ ഒരു 2 മണിക്കൂർ സമയം കൊണ്ട് വിന്താലു ഇതേ ഒരു പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. നമ്മളെടുത്തിട്ടുള്ള ബീഫ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളത് കൊണ്ടാണ് വെന്ത് വരാനായിട്ട് ഇത്രയും തന്നെ സമയം ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഇത്തിരിയും കൂടെ കട്ടിയായൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൂടെ നോക്കാം. അങ്ങനെ പെട്ടെന്ന് മുറിയുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് വിന്താലു തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് 2.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു 2.5 മണിക്കൂറായപ്പോൾ നമ്മുടെ വിന്താലു ഇതേ ഒരു പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറി നല്ല കുറുകിയ പാകത്തിലേക്കും ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാലും ഒന്നുകൂടെ തിളച്ചതിന് ശേഷമായിരിക്കണം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കറിവേപ്പില കഴുകിയെടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറി പെട്ടെന്ന് കേടായി പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. നമ്മളിത് പുറത്തേക്ക് കൊടുത്തു വിടാനും വേണ്ടിയിട്ടാണ് കറി പാകപ്പെടുത്തി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ കറിയുടെ ചൂട് നല്ലവണ്ണം മാറ്റിയതിന് ശേഷമാണ് മറ്റു കുപ്പികളിലേക്ക് ആക്കിയെടുക്കേണ്ടതും. അതുപോലെ നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഉരുളിയാണ്. ഈ ഉരുളിയിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്കായിരിക്കണം നിങ്ങൾ മാറ്റിവെടുക്കേണ്ടതും. അതിനുശേഷം ചൂടാറിയിട്ട് നമുക്ക് കുപ്പികളിലേക്ക് ആക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ വീഡിയോ കണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ വേണ്ടപ്പെട്ട കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.